പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. കൈക്കൂലി കേസിൽ DGCA ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിനെ അറസ്റ്റ് ചെയ്തു CBI. ഒരു സ്വകാര്യ കമ്പനി പ്രതിനിധിയെയും അറസ്റ്റ് ചെയ്തുവെന്ന് CBI അറിയിച്ചു. 2.5 ലക്ഷം രൂപ CBI പിടിച്ചെടുത്തു. പ്രതികളുമായി നടത്തിയ റെയ്ഡിനിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് 37 ലക്ഷം രൂപയും സ്വർണം, വെള്ളി, നാണയങ്ങളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുത്തു. YS അഭിനന്ദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. YS അഭിനന്ദ്, വലിയൊരു കേസാണല്ലോ, ലക്ഷക്കണക്കിന് രൂപയാണല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത്. വലിയൊരു കൈക്കൂലി കേസാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇയാളെ കുടുക്കിയത്? അരുൺകുമാർ, തീർച്ചയായും വലിയൊരു കൈക്കൂലി കേസ് തന്നെയാണ്. ദില്ലിയിലെ DGCA ആസ്ഥാനത്തെ എയർ വെർത്തിനസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായ മുദ്രാവത് ദേവോലെയും ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയുമാണ് ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്തതായി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയുടെ കൈക്കൂലി കേസിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ സീനിയർ വൈസ് പ്രസിഡന്റായ ഭാരത് മാത്തൂറാണ് മറ്റൊരു പ്രതി. DGCയുടെ പരിഗണനയിലുള്ള അപേക്ഷകൾക്കും ഒപ്പം തന്നെ അംഗീകാരങ്ങൾക്കും അനുമതികൾക്കും അതിൽ കൃത്യമായിട്ടുള്ള പണം ഈടാക്കിയെന്നായിരുന്നു കേസ്. ഒരു ദില്ലി സ്വദേശിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ ഈ DGCA ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. ഈ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരൻ ഇടനിലക്കാരനായി നിൽക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസിന് ആദ്യം പരാതി നൽകുന്നു, പിന്നീട് CBIക്ക് കൈമാറുന്നു. ഒടുവിൽ CBI നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ DGCA ഉദ്യോഗസ്ഥനെ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് ഈ കൈക്കൂലിയായിട്ട് ലഭിച്ച 2.5 ലക്ഷം രൂപ, മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ 10,000 രൂപ, 30,000 രൂപ, അങ്ങനെ ഒരുപാട് പൈസ എന്തായാലും ഇപ്പോൾ CBI കണ്ടെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. ഈ DGCA ഉദ്യോഗസ്ഥര് ബന്ധമുള്ള വീടുകൾ, സ്ഥാപനങ്ങളിലടക്കം CBIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസങ്ങളായിട്ട് റെയ്ഡ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 37 ലക്ഷം രൂപയും സ്വർണം, വെള്ളി, നാണയങ്ങളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്നു ഈ DGCA ഉദ്യോഗസ്ഥന് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫയൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ DGCA ഉദ്യോഗസ്ഥൻ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വലിയ തുക ഈടാക്കിയെന്നുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി. അത് CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ബന്ധങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് CBI. YS അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. DGCയിലേക്ക് ഡെപ്യൂട്ടി ജനറലെ പോലെയൊക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ലക്ഷങ്ങളാണ് ശമ്പളം. എന്നാലും കൈക്കൂലി വാങ്ങാതെ ഇവർക്കൊന്നും സംതൃപ്തി വരൂല എന്നുള്ളതാണ്.